ആ ഇരുണ്ട മുറിയിൽ പഴകിയ കട്ടിലിൻ്റെ കോണിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും സഞ്ജനയുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ വന്ന ചെറിയ കാറ്റ് പോലും അവളുടെ മുറിവുകളിൽ നീറ്റലുണ്ടാക്കി. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണീർ തുള്ളികൾ അവളുടെ കവിളിൽ ഉണങ്ങിപ്പിടിച്ചിരുന്നു. മനസ്സിൽ വീണ്ടും വീണ്ടും ആ രാത്രിയിലെ രംഗങ്ങൾ തെളിഞ്ഞു വന്നു. ഇന്നലെ വൈകുന്നേരം വരെ താൻ കരുതുന്നത് അച്ഛൻ തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നാണ്. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. സഞ്ജന, ഡ്രസ് മാറി റെഡിയാവ്, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ആളുടെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛൻ മാധവൻ്റെ വാക്കുകൾ എവിടെയൊരു കള്ളത്തരം ഉണ്ടായിരുന്നു. എങ്ങോട്ടാ അച്ഛ ഈ രാത്രി? അമ്മക്ക് സുഖമില്ലാതെ കിടക്കുവല്ലേ? സഞ്ജന സംശയത്തോടെ ചോദിച്ചു. പറയുന്നത് ചെയ്താൽ മതി, ഞാനല്ലേ പറയുന്നത്, അച്ഛൻ ഗർജിച്ചു. ഒടുവിൽ നഗരത്തിലെ വലിയൊരു ബംഗ്ലാവിൻ്റെ മുന്നിലാണ് കാർ നിന്നത്. അവിടെ വെച്ചാണ് സഞ്ജന സത്യം അറിഞ്ഞത്. അച്ഛൻ വാങ്ങിയ ലക്ഷങ്ങളുടെ കടം തീർക്കാൻ സ്വന്തം മകളെ ഒരു വൻകിട ബിസിനസ്സുകാരനായ വിക്രമിന് വിറ്റു എന്ന സത്യം. വേണ്ട അച്ഛ, എന്നെ ഇട്ടിട്ടു പോകല്ലേ, അച്ഛൻ്റെ കാലു പിടിക്കാം, എന്നെ വിളിക്കല്ലേ അച്ഛ. അവളുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലും വേണ്ട എന്ന യാചനയും ആരും കേട്ടില്ല. മാധവൻ പണത്തിൻ്റെ കെട്ടുകളുമായി തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി. ആ രാത്രി അവളുടെ എതിർപ്പുകളെയും വ്യാജനങ്ങളെയും കാറ്റിൽ പറത്തി വിക്രം അവളെ ബലമായി തന്നെ സ്വന്തമാക്കി. അഹങ്കാരിയും ദയയില്ലാത്തവരുമായ ആ ചെറുപ്പക്കാരന് മുന്നിൽ പ്രാർത്ഥനകൾക്കൊന്നും സ്ഥാനമുണ്ടായിരുന്നില്ല. ഒടുവിൽ വേദനയും അപമാനവും താങ്ങാനാവാതെ അവൾ ബോധമനസ്സിൻ്റെ അതിരുകളിൽ വീണുപോയി. രാവിലെ സൂര്യൻ്റെ വെളിച്ചം കൺപോടുകൾ തട്ടിയപ്പോഴാണ് സഞ്ജന കണ്ണു തുറന്നത്. ശരീരമാസകലം കഠിനമായ വേദന. വസ്ത്രങ്ങൾ വാരിപ്പുതച്ച് അവൾ കട്ടിൽ എഴുന്നേറ്റിരുന്നു. മുറിയുടെ ഒരറ്റത്ത് ഒരു ബ്ലാക്ക് കോഫി കുടിച്ചുകൊണ്ട് വിക്രം നിൽപ്പുണ്ടായിരുന്നു. വെള്ള ഷർട്ടും കറുത്ത പൈജാമയും ധരിച്ച്. പത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി തന്നോട് ക്രൂരത കാട്ടിയ അതേ ആളാണോ ഇതെന്ന് കണ്ടാൽ തോന്നിയില്ല. ഭയത്തോടെ വിറക്കുന്ന ശബ്ദത്തോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി വരട്ടെയോ? സഞ്ജനയുടെ ശബ്ദം പതറി. അപ്പോഴും അച്ഛൻ തന്നോട് ചെയ്ത ചതി അവൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആ വാക്ക് കേട്ടതും വിക്രമിൻ്റെ കണ്ണുകളിൽ കോപം അണപൊട്ടിയൊഴുകി. പത്രം മേശപ്പുറത്തേക്കെറിഞ്ഞു. അവൻ ഒരൊറ്റ കുതിപ്പിന് അവളുടെ മുന്നിലെത്തി. പെട്ടെന്ന് അവളുടെ താടി മേലോട്ട് ബലമായി ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ കടുപ്പമേറിയ വിരലുകൾ അവളുടെ താടിയിൽ ആഴ്ന്നിറങ്ങി. അച്ഛൻ്റെ അടുത്തേക്കോ? വിക്രം അട്ടഹസിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തടിച്ചു. ഏത് അച്ഛൻ? ഏതാനും ലക്ഷങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളുടെ മാനത്തിന് വിലയിട്ട ആ മാധവൻ്റെ അടുത്തേക്കും? സഞ്ജനയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണീർ പൊഴിഞ്ഞു. അത് അച്ഛന് തെറ്റ് പറ്റിയതായിരിക്കും. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ പ്ലീസ്. മണ്ടത്തരം പറയരുത് സഞ്ജന. അവൻ അവളെ മുന്നോട്ട് തള്ളി അവളുടെ കണ്ണനാളെ തൊട്ടുരുമി നിർത്തി. ഇനി നിനക്ക് ഒരച്ഛനില്ല, ഒരു വീടില്ല. ഈ നിൽക്കുന്ന വിക്രം, അവൻ മാത്രമാണ് ഇനി നിന്റെ ലോകം. പണം കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് നിന്നെ. എൻ്റെ അനുവാദമില്ലാതെ ഈ മുറിയുടെ പടി കടക്കാൻ പോലും നിനക്ക് അവകാശമില്ല. ഞാൻ നിങ്ങളുടെ അടിമയല്ല. അവൾ സർവ്വശക്തിയുമെടുത്ത് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ വിക്രം അവളുടെ 2 കൈകളും പുറകോട്ട് ചേർത്ത് പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. അവളുടെ കണ്ണുകളിലെ ഭയവും അവൻ്റെ കണ്ണുകളിലെ അടങ്ങാത്ത ദേഷ്യവും തമ്മിൽ ഏറ്റുമുട്ടി. അടിമയല്ല, പക്ഷെ എൻ്റെ പെണ്ണാണ് നീ, ഈ വിക്രം റാത്തോഡിൻ്റെ സ്വന്തം. അവൻ്റെ ശബ്ദം പെട്ടെന്ന് താഴ്ന്നു. കടുപ്പമുള്ളതെങ്കിലും അതിലൊരു വശ്യതയുണ്ടായിരുന്നു. അവൻ അവളുടെ ചെവിക്കടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് തന്നപ്പോൾ മുതൽ നിന്റെ ഓരോ ശ്വാസവും എൻ്റേതാണ്. ഓടിപ്പോകാൻ നോക്കിയാൽ നിന്റെ ആ പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ ജീവനോടെ ബാക്കി വയ്ക്കില്ല. ആ ഭീഷണി സഞ്ജനയെ തളർത്തിക്കളഞ്ഞു. അവൾ നിസ്സഹയായി അവൻ്റെ നെഞ്ചിലേക്ക് ചെരിഞ്ഞു. വിക്രമിൻ്റെ നെഞ്ചിൽ തട്ടി നിന്ന് സഞ്ജന പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ മറ്റൊന്നും പറയാൻ അവൾക്കായിരുന്നില്ല. സ്വന്തം അറ്റം ചെയ്ത് കൂട്ടിയ കടത്തിന് മുന്നിൽ ഒരു പാവയായി മാറേണ്ടി വന്ന അവളുടെ ജീവിതം ഇനി അങ്ങോട്ട് എന്ന ചോദ്യം മാത്രമാണ് അവളുടെ മനസ്സിൽ. വിക്രം അവളുടെ കൈകളിലെ പിടി അയച്ചു. അവളുടെ വിറക്കുന്ന തോളുകളിൽ പതുക്കെ പിടിച്ച് അവളെ ബെഡിലേക്ക് ഇരുത്തി. കരഞ്ഞു തീർക്കാൻ ഉള്ളതാണെങ്കിൽ ഇരുന്നു കരഞ്ഞു. പക്ഷേ ഈ മുറി വിട്ട് പുറത്തിറങ്ങാൻ വിചാരിക്കണ്ട.
അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. എന്തിന് എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? സഞ്ജന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ അച്ഛൻ നിങ്ങളോട് വാങ്ങിയ പണം, അത് ഞാൻ അധ്വാനിച്ച് തന്നു തീർത്തോളാം. എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ പ്ലീസ്. വിക്രം ഒരു ചെറിയ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ കുനിഞ്ഞ് അവളുടെ മുഖത്തിന് അഭിമുഖമായി നിന്നു. തന്നു തീർക്കാനോ? എത്ര ലക്ഷങ്ങളാണ് മാധവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്ന് നിനക്കറിയാമോ സഞ്ജന? 50 ലക്ഷം. ആ തുക അധ്വാനിച്ചുണ്ടാക്കാൻ നിനക്ക് എത്ര ജന്മം വേണം? അവൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ ആണിയടിച്ചു കയറ്റുന്നത് പോലെ തോന്നി. 50 ലക്ഷം ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള തുകയായിരുന്നു അത്. നിന്റെ അച്ഛൻ ആ പണം വാങ്ങിയത് ഒരു വ്യവസ്ഥയിലാണ്. ആ തുക തിരിച്ചു തരാൻ കഴിയില്ലെന്നുറപ്പായാൽ അവൻ തന്നെയാണ് നിന്നെ എനിക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. വിക്രം അവളുടെ കവിളിൽ പതുക്കെ വിരലൊടിച്ചു. അവൻ അവളുടെ മുഖത്തെ പേടി ആസ്വദിക്കുകയാണെന്ന് തോന്നി. വേണ്ട, എന്നെ തുടരരുത്. അവൾ മുഖം തിരിച്ചു. എന്നെ എതിർക്കാൻ നോക്കരുത് സഞ്ജന. അത് നിനക്ക് തന്നെയാവും കൂടുതൽ വേദന ഉണ്ടാക്കുക. വിക്രമിൻ്റെ ശബ്ദം കടുത്തു. ഇന്നു മുതൽ ഈ ബംഗ്ലാവും ഇതിൻ്റെ മുറ്റവും മാത്രമാണ് നിന്റെ ലോകം. പുറം ലോകം നീ മറന്നേക്കുക. അവൻ തിരിഞ്ഞു നടന്ന് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും സഞ്ജന വീണ്ടും തളർന്നു വീണു. സൂര്യൻ തലക്ക് മുകളിലെത്തി. മുറിക്കുള്ളിൽ നിശബ്ദത മാത്രം അവശേഷിച്ചു. കുറച്ച് സമയത്തിന് ശേഷം വേലക്കാരിയായ ഒരു പ്രായമായ സ്ത്രീ ഭക്ഷണവുമായി മുറിയിലേക്ക് വന്നു. മോളെ, എന്തെങ്കിലും കഴിക്ക്, അവർ വാത്സല്യത്തോടെ പറഞ്ഞു. എനിക്ക് വേണ്ട അമ്മമ്മേ, എന്നെ ഇവിടെ നിന്ന് പോകാൻ സഹായിക്കാമോ? സഞ്ജന അവരുടെ കൈകളിൽ പിടിച്ച് യാചിച്ചു. ആ സ്ത്രീ ദീർഘശ്വാസം വിട്ടു. മോളെ, വിക്രം സാറിനെ എതിർക്കാൻ ഈ വീട്ടിൽ ആർക്കും കഴിയില്ല. പുറമേ കാണുന്ന അത്രയും ക്രൂരനൊന്നുമല്ല സാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകോപവും വാശിയും പൊറുക്കാൻ കഴിയില്ല. അനുസരിച്ച് ജീവിച്ചാൽ മോൾക്കൊരു കുഴപ്പവും വരില്ല. അവർ ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ അന്തരീക്ഷം വീണ്ടും തണുത്തു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന സഞ്ജനയുടെ മനസ്സിൽ പല ചിന്തകളും ഓടിയെത്തി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ അച്ഛനോട് ചെന്ന് ചോദിക്കണം, എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റിക്കൊടുത്തതെന്ന്. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ വീണ്ടും തുറന്നത്. വിക്രം അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ കവറുണ്ടായിരുന്നു. അവനത് കട്ടിലിലേക്ക് എറിഞ്ഞു. ഇത് ഡ്രസ്സാണ്. കുളിച്ചിട്ട് താഴേക്ക് വാ. ഇന്ന് രാത്രി നമുക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. സഞ്ജന നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വിക്രം പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ അവളുടെ വസ്ത്രത്തിൻ്റെ കോളറിൽ പിടിച്ചു അല്പം ശക്തിയായി തന്നെ കട്ടിലേക്ക് തള്ളി. ഞാൻ നിന്നോട് കെഞ്ചുകയല്ല, ആജ്ഞാപിക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ നീ താഴെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിന്നെ എങ്ങനെ താഴെ എത്തിക്കണമെന്ന് എനിക്കറിയാം, അവൻ ഭീഷണിയോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ ഭാവം കണ്ട സഞ്ജനക്ക് കൂടുതൽ എതിർക്കാൻ ധൈര്യമുണ്ടായില്ല. അവൾ തലയാട്ടി. വിക്രം മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സഞ്ജന കവർ തുറന്നു നോക്കി. അതിൽ മനോഹരമായ റോസ് കളർ സാരിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ കുളിച്ച് ആ സാരിയും എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കണ്ണുകളിൽ കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നെങ്കിലും ആ വസ്ത്രത്തിൽ അവൾ അതീവ സുന്ദരിയായി തോന്നി. താഴെ ഹാളിൽ വലിയ രീതിയിലുള്ള സൽക്കാരം നടക്കുകയായിരുന്നു. വിക്രമിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. സഞ്ജന പടികൾ ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. വിക്രം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഫോർഹെഡിൽ പതുക്കെ ഉമ്മ വെച്ച് അവളുടെ അടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ചു. മീറ്റ് മൈ വൈഫ് സഞ്ജന, അവൻ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി. ഭാര്യയോ? സഞ്ജന ഞെട്ടലോടെ അവനെ നോക്കി. താൻ അവൻ്റെ വെറുമൊരു അടിമയാണെന്ന് പറഞ്ഞവൻ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയെന്ന് പരിചയപ്പെടുത്തുന്നു. അതിനിടയിലാണ് ഹാളിലേക്ക് പുതിയൊരാൾ കടന്നു വന്നത്. അയാളെ കണ്ടതും വിക്രമിൻ്റെ മുഖത്തെ ഭാവം മാറി. ദേഷ്യവും വൈരാഗ്യവും അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. വന്നയാൾ നേരെ സഞ്ജനയുടെ അടുത്തേക്ക് നടന്നു വന്നു, ഒരു ദുരൂഹമായ ചിരിയോടെ. ഹലോ ബ്യൂട്ടിഫുൾ, വിക്രമിൻ്റെ പുതിയ കളക്ഷൻ കൊള്ളാമല്ലോ. ആ വാക്കുകൾ കേട്ട് വിക്രമിൻ്റെ കൈകൾ മുറുകി. അവൻ അയാളുടെ ഷർട്ടിൻ്റെ കൊളറിൽ കയറി പിടിച്ചു.
ഹാളിൽ ആകെ നിശബ്ദത പടർന്നു. സംഗീതത്തിൻ്റെ ശബ്ദം നിലച്ചു. എല്ലാവരുടെയും കണ്ണുകൾ വിക്രമിലേക്കും അയാളുടെ കയ്യിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന പുതിയ ആളിൻ്റെ നേർക്കുമായി. നിന്റെ നാവ് ഞാൻ വെട്ടിയെടുക്കും രാഹുൽ. അവൻ്റെ കയ്യിലെ ഞരമ്പുകൾ തടിച്ചുകൂടി. വിക്രം, പ്ലീസ് വിടൂ. സഞ്ജന പേടിയോടെ അവൻ്റെ കൈകളിൽ പിടിച്ചു. ഹാളിൽ നിൽക്കുന്ന ആളുകളുടെ കണ്ണുകളിലെ പരിഹാസവും ആകാംക്ഷയും അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വിക്രം രാഹുലിനെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. രാഹുൽ നിലത്തേക്ക് വീഴാൻ പോയെങ്കിലും സ്വയം സമനില വീണ്ടെടുത്തു. അവൻ അഹങ്കാരത്തോടെ തൻ്റെ കൂട്ട് ശരിയാക്കി. ചുണ്ടിലൊരു പരിഹാസ ചിരിയോടെ വിക്രമിനെ നോക്കി. അത്രക്ക് ദേഷ്യം വേണ്ട വിക്രം. പഴയ കാര്യങ്ങൾ മറന്നുപോയോ? നീ എന്താഗ്രഹിച്ചാലും അത് തട്ടിയെടുക്കാൻ എനിക്കൊരു മിനിറ്റ് മതി. ഈ പെണ്ണായാലും. രാഹുൽ സഞ്ജനയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ. വിക്രം വീണ്ടും രാഹുലിന് നേരെ കുതിച്ചതും വേലക്കാരന് ശേഖരേട്ടനും സുരക്ഷാ ജീവനക്കാരും ഓടിയെത്തി വിക്രമിനെ തടഞ്ഞു. സാർ, വേണ്ട. പാർട്ടി കാണാൻ വന്ന അതിഥികളാണ്. ശേഖരേട്ടൻ വിക്രമിനോട് അപേക്ഷിച്ചു. രാഹുൽ ഒരു വിസിലടിച്ചുകൊണ്ട് സഞ്ജനയ്ക്ക് നേരെ ഒരു വശ്യമായ ചിരിയും എറിഞ്ഞു അവിടെ നിന്ന് നടന്നുപോയി. പോകുന്ന വഴിക്ക് അവൻ അവളുടെ കാതിൽ കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഈ റാത്തോഡ് ബംഗ്ലാവിൽ തടാറുവിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി സുന്ദരി. ആ സംഭവത്തോടെ പാർട്ടി പെട്ടെന്ന് അവസാനിച്ചു. വന്ന അതിഥികളെല്ലാം ഓരോന്നായി തിരിഞ്ഞു നടന്നു. ഹാൾ വിജനമായപ്പോൾ വിക്രം അടുത്തുള്ള ഗ്ലാസ് ടേബിളിലേക്ക് ഒരൊറ്റ ചവിട്ട് പൊട്ടിച്ചു കൊടുത്തു. അത് വൻ ശബ്ദത്തോടെ തകർന്നു തെറിപ്പണമായി. അവൻ്റെ കൈകളിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. സഞ്ജന പേടിച്ച് ഒരടി പിന്നിലേക്ക് മാറി. അവൻ എന്താണ് ചെയ്യാൻ പോകുമെന്നറിയാതെ അവൾ വിറച്ചു. വിക്രം നേരെ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ ദേഷ്യം മുഴുവൻ ആ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കൈത്തണ്ടയിൽ കടുപ്പത്തിൽ പിടിച്ചു മുകളിലെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ആ വിക്രം, വിടും, എനിക്ക് വേദനിക്കുന്നു, അവൾ നിലവിളിച്ചു. മുറിയിലെത്തിയതും അവൻ അവളെ കട്ടിലിലേക്ക് തള്ളി. അവൻ നിന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞത്? പറയ സഞ്ജന. വിക്രമളുടെ ഇരുവശത്തും കൈകൾ കുത്തി നിലയുറപ്പിച്ചു. ഒന്നുമില്ല. അവൻ എന്നോടൊന്നും പറഞ്ഞില്ല, സഞ്ജന കിതച്ചുകൊണ്ട് പറഞ്ഞു. കള്ളം പറയരുത്, അവൻ ഗർജിച്ചു. അവൻ്റെ കണ്ണുകളിൽ നോട്ടം ഞാൻ കണ്ടതാണ്. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, കേട്ടോടി. നീ വിക്രം റാത്തോഡിൻ്റെ സ്വന്തമാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സഞ്ജനയുടെ കണ്ണുകളിൽ കണ്ണീർ ഒഴുകി. ഞാൻ നിങ്ങളുടെ ആരുമല്ല. നിങ്ങളുടെ പണത്തിന് വേണ്ടി എൻ്റെ അച്ഛൻ എന്നെ തന്നതാവാം. പക്ഷേ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല. എന്താ നിങ്ങൾക്ക് ആ രാഹുലിനോട് ഇത്ര വൈരാഗ്യം? അതിൽ എന്നെ എന്തിനാ കരുവാക്കുന്നത്? സഞ്ജനയുടെ ആ ചോദ്യം കേട്ടതും വിക്രമിൻ്റെ ഭാവം പെട്ടെന്ന് മാറി. അവൻ്റെ കണ്ണുകളിലെ കോപം മാറി. അവിടെ ഒരു തരം ഗാഢമായ വേദനയും ഇരുട്ടും പടർന്നു. അവൻ പതുക്കെ അവളിൽ നിന്നും അകന്നു മാറി. ജനലിനടുത്തേക്ക് നടന്നു. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. ചുമരിൽ ചാരി നിന്ന് അവനൊരു സിഗരറ്റ് കത്തിച്ചു. പുകച്ചുരുകളുകൾക്ക് നടുവിൽ അവൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു. നിനക്കറിയണോ രാഹുൽ ആരാണെന്ന്? വിക്രം തണുത്ത ശബ്ദത്തിൽ ചോദിച്ചു. എൻ്റെ പഴയ ബിസിനസ് പാർട്ട്ണർ, എൻ്റെ കൂട്ടുകാരൻ. ഒരു കാലത്ത് ഞാൻ ജീവനത്തിൽ സ്നേഹിച്ചവൻ. പക്ഷേ എൻ്റെ സർവസ്വവും തട്ടിയെടുക്കാൻ അവൻ ശ്രമിച്ചു. എൻ്റെ അമ്മയുടെ മരണം, അതിന് കാരണക്കാരൻ അവനാണ്. സഞ്ജന ഞെട്ടലോടെ വിക്രമിനെ നോക്കി. എൻ്റെ അമ്മയെ അവൻ ചതിച്ചു കൊന്നതാണ്. വിക്രമിൻ്റെ ശബ്ദത്തിൽ കണ്ണീരിൻ്റെ ഇടർച്ചയുണ്ടായിരുന്നു. അന്നു മുതൽ ഈ ലോകത്തുള്ള ആരെയും വിശ്വസിക്കാൻ ഞാൻ മറന്നു. പണം മാത്രമാണ് ലോകം എന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ തിരിഞ്ഞ് സഞ്ജനയെ നോക്കി. നിന്റെ അച്ഛൻ നിന്നെ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയപ്പോൾ, നിന്റെ ആ നിരപരാധിയായ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് പഴയ വിക്രമിനെ ഓർമ്മ വന്നു. നിന്നെ സംരക്ഷണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ലോകം ക്രൂരമാണ് സഞ്ജന. നിന്നെ എൻ്റെ വശത്താക്കി നിർത്തിയില്ലെങ്കിൽ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ നിന്നെ നശിപ്പിച്ചു കളയും. വിക്രമിൻ്റെ ആ വാക്കുകൾ സഞ്ജനയുടെ നെഞ്ചിൽ തുളച്ചു കയറി. അവൻ ക്രൂരത കാട്ടിയത് അവളെ ഉപദ്രവിക്കാനല്ല,
മറിച്ച് ഈ വിഷം നിറഞ്ഞ ലോകത്ത് നിന്ന് അവളെ ഒളിപ്പിച്ചു വെക്കാനായിരുന്നുവോ? അവൻ അടുത്തേക്ക് വന്ന് അവളുടെ കവളിൽ പതുക്കെ തൊട്ടു. അവൻ്റെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ സഞ്ജന? അവൻ പതുക്കെ ചോദിച്ചു. സഞ്ജനക്ക് മറുപടിയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ട ആ അപമാനമായ ഒറ്റപ്പെടലും വേദനയും അവളുടെ ഹൃദയത്തെ അലിയിക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് താഴെ നിന്ന് ശേഖരേട്ടൻ്റെ പരിഭ്രാന്തനായുള്ള നിലവിളി കേട്ടത്. സാർ, സാറേ, ഓടിവാ സാറേ. വിക്രമം സഞ്ജനയും ഞെട്ടി താഴെ കൂടി. താഴെ ഹാളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാധവനെയാണ് അവർ കണ്ടത്. സഞ്ജനയുടെ സ്വന്തം അച്ഛൻ. അച്ഛാ! സഞ്ജന നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വീണു. മാധവൻ വിറക്കുന്ന കൈകൾ ഉയർത്തി സഞ്ജനയുടെ മുഖത്ത് തൊട്ടു. മോളെ, എന്നോട് എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നില്ല. രാഹുൽ, അവൻ എന്നെ നിർബന്ധിച്ചതാ. അത്രയും പറഞ്ഞ് മാധവൻ്റെ കൈ താഴേക്ക് പതിച്ചു. അച്ഛ, കണ്ണു തുറക്കച്ച. ചോരക്കളത്തിൽ കിടക്കുന്ന അച്ഛൻ്റെ ശരീരത്തിലേക്ക് വീണു സഞ്ജന പൊട്ടിക്കരഞ്ഞു. അച്ഛൻ ചെയ്ത ചതിയുടെ ദേഷ്യമൊക്കെ ആ നിമിഷത്തിൽ അവളുടെ മനസ്സിൽ നിന്നും അലിഞ്ഞു പോയിരുന്നു. പണത്തിന് വേണ്ടിയല്ല, മറിച്ച് രാഹുലിൻ്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അച്ഛൻ തന്നെ വിക്രമിൻ്റെ കൈകൾ ഏൽപ്പിച്ചെന്ന സത്യം സഞ്ജനയുടെ നെഞ്ചു പിളർന്നു. ശേഖരേട്ടാ, പെട്ടെന്ന് വണ്ടിയെടുക്ക്, ഹോസ്പിറ്റലിൽ എത്തിക്കണം, വിക്രം ശബ്ദമുയർത്തി ആജ്ഞാപിച്ചു. അവൻ മാധവനെ വാരിയെടുത്ത് കാറിലേക്ക് കിടത്തി. കരഞ്ഞു തളർന്ന സഞ്ജനയെ ചേർത്ത് പിടിച്ച് അവൻ കാറിൻ്റെ മുന്നിലെ സീറ്റിലിരുത്തി. വണ്ടി നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഐസുവിന് മുന്നിലെ നീണ്ട കാത്തിരിപ്പ്. സഞ്ജന ഭിത്തി തലവെച്ച് നിശബ്ദമായി കരയുകയായിരുന്നു. കൈകൾ രണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തണുത്ത രണ്ട് കൈകൾ അവളുടെ കൈകളെ വന്നു പുതിഞ്ഞു. നോക്കിയപ്പോൾ വിക്രമാണ്. അവൻ്റെ കണ്ണുകളിൽ മുൻപൊന്നുമില്ലാത്തൊരു വാത്സല്യവും ആകുലതയും ഉണ്ടായിരുന്നു. അച്ഛനൊന്നും സംഭവിക്കില്ല സഞ്ജന. വിക്രം റാത്തോഡ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ തിരികെ കൊണ്ടുവരും. പ്രോമിസ്. അവൻ അവളുടെ വിറക്കുന്ന കൈകളിൽ പതുക്കെ അമർത്തി. എന്തിനാ രാഹുൽ ഇത് ചെയ്തത്? എൻ്റെ കുടുംബത്തെ തകർക്കാൻ അവൻ എന്തിനാ ശ്രമിക്കുന്നത്? എന്നെ തകർക്കാൻ അവൻ കണ്ടെത്തിയ വഴിയാണ് നീ. എൻ്റെ ഒരു ബലഹീനത നീയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിന്നെ തൊടാൻ ഞാൻ അവനെ അനുവദിക്കില്ല. അപ്പോഴേക്കും ഡോക്ടർ ഐസിയുവിൽ നിന്നും പുറത്തേക്ക് വന്നു. ഡോക്ടർ, അച്ഛൻ എങ്ങനെയുണ്ട്? സഞ്ജന ഓടിച്ചെന്നു. അപകടഘട്ടം തരണം ചെയ്തിട്ടുണ്ട്. അടിയന്തിരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം വിശ്രമം വേണം. ഡോക്ടറുടെ വാക്കുകൾ സഞ്ജനക്ക് വലിയൊരു ആശ്വാസമായി. അച്ഛൻ്റെ ജീവൻ അപകടത്തിലല്ലെന്ന് ഉറപ്പായതോടെ സഞ്ജന തളർന്ന് വിക്രമിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവൻ അവളുടെ പതുക്കെ കൈകൾ വാരിയെടുത്തു. ഇനി നീ കുറച്ച് വിശ്രമിക്ക്. അവൻ അവളെ വണ്ടിയിലിരുത്തി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി. രാത്രി ഏറെ വൈകി മുറിയിലെ കട്ടിൽ സഞ്ജന കിടക്കുകയായിരുന്നു. ഭയവും സങ്കടവും മാറി അവളുടെ ഒരു തരം മനസ്സമാധാനം പടർന്നിരുന്നു. വാതിനടുത്ത് നിൽക്കുന്ന വിക്രമിനെ അവൾ പതുക്കെ നോക്കി. സിഗരറ്റ് വായിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവൻ്റെ രൂപത്തിൽ ഇപ്പോൾ ക്രൂരതയല്ല, മറിച്ച് അവളെ സംരക്ഷിക്കുന്ന ഒരു കാവലാളിൻ്റെ ഗാംഭീര്യമാണ് അവൾ കണ്ടത്. സഞ്ജന എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. വിക്രം, അവൾ പതുക്കെ വിളിച്ചു. വിക്രം തിരിഞ്ഞു നോക്കി. എന്താ സഞ്ജന, ഉറങ്ങിയില്ലേ? എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കുമോ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വിക്രമിൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. ഒരു നിമിഷം അവൻ നിശബ്ദനായി. നിനക്ക് പോകണമെങ്കിൽ പോകാം സഞ്ജന, അവൻ ദീർഘശ്വാസമെടുത്ത് പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ ചികിത്സവും കടവുമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ ഞാൻ ബലമായി തടഞ്ഞു വയ്ക്കില്ല. രാഹുലിൻ്റെ ഭീഷണി ഒഴിഞ്ഞാൽ നിനക്ക് നിന്റെ സ്വന്തം ലോകത്തേക്ക് തിരികെ പോകാം. അവൻ്റെ ശബ്ദത്തിലെ നിരാശയും വേദനയും സഞ്ജന വ്യക്തമായി അറിഞ്ഞു. പക്ഷേ സഞ്ജന അവൻ്റെ കൈകളിൽ പതുക്കെ തൊട്ടു. എൻ്റെ അച്ഛൻ പണത്തിന് വേണ്ടിയല്ല എന്നെ തന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിക്രം സംശയത്തോടെ അവളെ നോക്കി. ഈ വിക്രമത്തോടിൻ്റെ കാവലിൽ അവൻ വരുന്നു. ഈ പ്രണയത്തിൻ്റെ തണലിൽ കഴിയാനാണ് എനിക്കിഷ്ടം. എന്നെ വെറുതെ വിട്ടാലും ഞാൻ ഇനി എങ്ങോട്ടും പോകില്ല. സഞ്ജന അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. വിക്രമിൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി. സഞ്ജന, നീ എന്താ ഈ പറയുന്നത്?
അതെ വിക്രം, ആദ്യം എനിക്ക് നിങ്ങളോട് പേടിയായിരുന്നു. ക്രൂരനായൊരു മനുഷ്യനാണെന്ന് കരുതി. പക്ഷേ ഈ ഇരുണ്ട ലോകത്തെ എന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിങ്ങൾക്ക് മാത്രമാണ് കഴിയുക എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ കേട്ടതും വിക്രമിൻ്റെ ഉള്ളിലെ എല്ലാ കല്ലെറിഞ്ഞ വാശികളും അലിഞ്ഞുപോയി. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ശക്തമായി ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിൽ ആഞ്ഞു പതിഞ്ഞു. സഞ്ജന, എൻ്റെ ജീവനാണ് നീ. അവനോട് കവിളിൽ തഴുകി. അവളുടെ കണ്ണീർ തുള്ളികൾ ചുണ്ടുകൾ ഒപ്പിയെടുത്തു. അവരുടെ ശ്വാസങ്ങൾ ഒന്നായി മാറി. ആ തണുത്ത രാത്രിയിൽ ഭൂതകാലത്തിലെ എല്ലാ വേദനകളും മറന്ന് അവർ പരസ്പരം ഒന്നായി മാറി. വിക്രമിൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ സഞ്ജനയുടെ ഭയമെല്ലാം അലിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ വിക്രമിൻ്റെ മുമ്പിൽ റിങ് ചെയ്തു. രാഹുലായിരുന്നു വിളിച്ചത്. എന്താടാ റാത്തോട്, നിന്റെ പെണ്ണിനെയും അവളുടെ അച്ഛനെയും ഓർത്ത് കരയുകയാണോ? രാഹുൽ പരിഹസിച്ചു. വിക്രം ഒരു ഗർജനത്തോടെ ഫോൺ കാതിലേക്ക് ചേർത്തു. രാഹുൽ, നീ കളിച്ച കളിക്ക് അവസാനമായി. ഇനി നിന്റെ ഊഴമാണ്. എന്തു ചെയ്യും നീ? രാഹുൽ ചിരിച്ചു. എൻ്റെ സഞ്ജനയുടെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണീരിനും നീ മറുപടി പറയേണ്ടി വരും. നിന്റെ കമ്പനിയുടെ എല്ലാ ഷെയറുകളും നിന്റെ ബിസിനസ് സാമ്രാജ്യവും ഇന്ന് രാവിലെ 10 മണിയോടെ ഞാൻ ലേലത്തിൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നീ ഒരു തെരുവ് ഭിക്ഷക്കാരനാണ് രാഹുൽ. മറുതലക്കൽ നിശബ്ദത പടർന്നു. രാഹുലിൻ്റെ ഫോൺ കയ്യിൽ നിന്നും നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടു. വിക്രം ഫോൺ കട്ട് ചെയ്ത് സഞ്ജനയെ നോക്കി. സഞ്ജന അവനെ നേരെ കോഫി കപ്പുമായി പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു വന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആ കോഫി കപ്പ് മേശപ്പുറത്ത് വെച്ച് അവളുടെ ചുണ്ടുകൾ അമർത്തി ഉമ്മ വെച്ചു. പണത്തിനും പ്രതികാരത്തിനും ഒടുവിൽ തുടങ്ങിയൊരു കഥ ഒടുവിൽ അഗാധമായ പ്രണയത്തിൻ്റെ മനോഹരമായ തീരത്ത് എത്തി നിൽക്കുന്നു.